അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. അന്ന് മുതലേ നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ പറഞ്ഞത് ഏതാണ്ട് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു യോഗ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് വരും. അതായത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് പ്രൊഫൈൽ മെസ്സേജസ് വരുന്നതായിരിക്കും. ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പൊ നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല അല്ലെ. കഴിഞ്ഞ മാസം, അതായത് ജൂലൈ മാസം 18-ാം തീയതിയായിരുന്നു നമ്മുടെ എക്സാം കഴിഞ്ഞത്. എക്സാമിനേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്തതായിരുന്നു അല്ലെ. അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. അന്ന് മുതലേ നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷന് ഷോർട്ട് ലിസ്റ്റ് എന്നുണ്ടാകും എന്നുള്ളത് അല്ലെ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഈ വർഷം ലാസ്റ്റ് അവസാനത്തോടു കൂടി നമുക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. സോ ഇത് 8-ാമത്തെ മാസമാണ്. അപ്പൊ ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ അതിന്റെ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് അതിനോട്, അതായത് നമ്മൾ പറഞ്ഞത് ഏതാണ്ട് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു യോഗ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നോക്കിക്കേ, 2025 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനമാണ് ഈ പറയുന്നത്. താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. നോക്കിക്കേ, അതിൽ ഒന്നാമതായിട്ട് കിടക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 469/2024 നമ്മൾ എഴുതിയ എക്സാമിനേഷന്റെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, അതായത് ഇതിന്റെ ജസ്റ്റ് ആദ്യമേ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക അല്ല ചെയ്യുന്നത്, നമുക്കറിയാം അല്ലേ. അതിന് മുന്നേ പ്രൊഫൈൽ മെസ്സേജ് വരും, അതിനുശേഷമായിരിക്കും ഷോർട്ട് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുക. സോ ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളൊക്കെ ജോയിൻ ചെയ്യുക. അതിൽ ഞങ്ങൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് വരും. അതായത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് പ്രൊഫൈൽ മെസ്സേജസ് വരുന്നതായിരിക്കും. അതിനുശേഷം പ്രൊഫൈൽ മെസ്സേജസ് വരുന്ന മുറയ്ക്ക് നിങ്ങൾ നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. ഇത് ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളൊക്കെ ജോയിൻ ചെയ്യുക. അതിനകത്ത് വരുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. അതുകൂടാതെ തന്നെ PSCയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ഇടയ്ക്കൊന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. അതിൽ എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.